കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർത്താതെ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം. കടമെടുപ്പ് പരിധിയും GST വിഹിതവും എല്ലാം പറഞ്ഞു പോകുന്നതിനപ്പുറം കടുത്ത വിമർശന സ്വഭാവത്തിലുള്ള പരാമർശങ്ങളൊന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വയനാട് മുണ്ടക്കൈ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രഖ്യാപിച്ചു. ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ മുഖ്യമന്ത്രിയും സ്പീക്കറും പാർലമെന്ററി കാര്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു. മലയാളത്തിൽ നമസ്കാരം പറഞ്ഞുകൊണ്ടാണ് ഗവർണർ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനമടക്കം വിവിധ മേഖലകളിൽ പിണറായി സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു പറയുന്നതായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം. വയനാട് മുണ്ടക്കൈ പുനരധിവാസം 1 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. My government is committed to rehabilitating all those affected by the Mepadi landslide by ensuring the completion of the township within 1 year. GST നഷ്ടപരിഹാരം ഇല്ലാതായതും കടമെടുപ്പ് പരിധി കുറച്ചതും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് വെല്ലുവിളി സൃഷ്ടിച്ചുവെന്ന പരാമർശങ്ങളും നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി. വിഴിഞ്ഞം VGF വായ്പയാക്കിയതും ഗവർണർ പ്രസംഗത്തിൽ പറഞ്ഞുവെച്ചു. Kerala has been facing stress on government finances because of the tapering of revenue deficit grants and cessation of GST compensation. In a detailed memorandum presented to the 16th Finance Commission, which had visited the state in December 2024 and held discussion with my government, the problems faced by the state have been highlighted. വൈവിധ്യത്തെ ബഹുമാനത്തോടെ കാണുന്ന രാജ്യത്ത് വ്യത്യാസങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇത് ഭരണഘടനാ മൂല്യങ്ങൾക്കും ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾക്കും എതിരാണെന്നും നയപ്രഖ്യാപനം ഓർമ്മപ്പെടുത്തി. മീഡിയ 1 തിരുവനന്തപുരം.